Meet the editors. പൊട്ടിത്തെറി തുടരുന്നു എന്നതാണ് ചോദ്യം. ഉണ്ണിവർഷൻ, നമ്മൾ ഇന്നലെ ഒരു ചർച്ച നടത്തിയതാണ്. പക്ഷെ ഇന്ന് വീണ്ടും ചില പ്രതികരണങ്ങളും അനുരണനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് തോന്നുന്നത്? പൊട്ടിത്തെറി തുടരുകയാണോ? BJPയിൽ പൊട്ടിത്തെറി തുടരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായും പലതരത്തിലുള്ള എതിരഭിപ്രായങ്ങൾ പരസ്യമായി തന്നെ പുറത്തേക്ക് വരുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ BJP ഉള്ളത്. ഇനി അവരുടെ കൗതുകത്തോടെ ശ്രദ്ധിച്ചത് ശോഭാ സുരേന്ദ്രൻ്റെ പ്രതികരണമായിരുന്നു. ശോഭാ സുരേന്ദ്രൻ സാധാരണഗതിയിൽ പാർട്ടിയോടുള്ള തൻ്റെ വിയോജിപ്പുകൾ പരസ്യമായി തുറന്നു പറയുന്ന ഒരാളാണ്. ഇന്ന് വളരെ ബുദ്ധിപൂർവ്വമാണ് ശോഭാ സുരേന്ദ്രൻ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ സന്തോഷവതിയായാണ് ശോഭാ സുരേന്ദ്രൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാണപ്പെട്ടത്. ശോഭാ സുരേന്ദ്രൻ്റെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ശോഭാ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായപ്പോൾ സംസ്ഥാന ഉപാധ്യക്ഷ സ്ഥാനത്തേക്കാണ് ശോഭാ സുരേന്ദ്രനെ തീരുമാനിച്ചത്. അങ്ങനെ സുരേന്ദ്രൻ അധ്യക്ഷനായിരിക്കുന്ന ഒരു കമ്മിറ്റിയിൽ ഉപാധ്യക്ഷയായിരിക്കാൻ തയ്യാറല്ല എന്ന് അന്ന് തന്നെ പറഞ്ഞിട്ടുള്ള ആളാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ എന്ന് വളരെ ബുദ്ധിപൂർവ്വം പറഞ്ഞൊരു കാര്യം, ഇനി എൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നത് നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് എന്നാണ്. ആ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് ശോഭ വിശേഷിപ്പിച്ചത്? ഞങ്ങൾക്ക് വേണ്ടി പശകുറുക്കി പോസ്റ്റർ ഒട്ടിച്ച് ഞങ്ങളെയൊക്കെ ഓരോ സ്ഥാനത്തെത്തിക്കുന്ന സാധാരണ പ്രവർത്തകരെ പഞ്ചായത്ത് മെമ്പർമാരാക്കാൻ, പഞ്ചായത്ത് പ്രസിഡൻ്റാക്കാൻ, മുനിസിപ്പൽ കൗൺസിലർമാരാക്കാൻ, മുനിസിപ്പൽ ചെയർപേഴ്സണാക്കാൻ ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ആ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇനി ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് മാത്രവുമല്ല, തിരുവനന്തപുരവും തൃശ്ശൂരും കോർപ്പറേഷനുകളും ഇക്കാര്യത്തിൽ ഇപ്രാവശ്യം BJP പിടിക്കും. ഇത്തരത്തിലൊക്കെയുള്ള ചില തീരുമാനങ്ങൾ ശോഭ പറയുന്നത് വഴി എന്താണ് ശോഭാ സുരേന്ദ്രൻ പാർട്ടി പ്രവർത്തകർക്ക് നൽകുന്ന ഒരു സന്ദേശം? ദാ നിങ്ങളെയൊക്കെ ഈ പറയുന്ന അധികാരത്തിൻ്റെ വിവിധ സമിതികളിലേക്ക് എത്തിക്കാൻ ഞാനിതാ കഠിന പ്രയത്നം ചെയ്യാൻ പോവുകയാണ് എന്ന സന്ദേശമാണ് ശോഭാ സുരേന്ദ്രൻ ഇന്ന് മാധ്യമങ്ങളിലൂടെ പാർട്ടി അണികൾക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ അച്ചടക്കത്തോടുകൂടി ഒരെതിരഭിപ്രായവും ഇല്ലാതെ നിൽക്കുന്ന ഒരാളായിട്ട് ശോഭാ സുരേന്ദ്രനെ കാണുകയേ വേണ്ട. വളരെ ബുദ്ധിപൂർവമായ നീക്കമാണ് ശോഭാ സുരേന്ദ്രൻ ഇന്നത്തെ ആ മാധ്യമങ്ങളോടുള്ള ആ വർത്തമാനം പറച്ചിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും BJPക്കകത്ത് വലിയ ഉരുണ്ടുകൂടലുകൾ നടക്കുന്നു എന്നതിൻ്റെ തെളിവാണല്ലോ. നമുക്ക് വേണമെങ്കിൽ പറയാം, 1-2 പോസ്റ്ററൊക്കെ അല്ലേ സംഭവിച്ചത് എന്ന്. ഇന്നിപ്പം കുറുവാ സംഘം എന്നാണല്ലോ V മുരളീധരനെയും K സുരേന്ദ്രനെയും രഘുനാഥനെയും വിളിച്ചുകൊണ്ട് പിന്നെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതുപോലെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടൊരു സമയം നമ്മൾ നേരത്തെ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. എപ്പോഴാണെന്നറിയോ? CPMൻ്റെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട്. CPMൻ്റെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ കേരള ഹൗസ് മുതൽ കണ്ണൂരിലെ പാർട്ടി ആസ്ഥാനത്ത് വരെ വിവിധ സ്ഥലങ്ങളിൽ പലപ്പോഴായിട്ട് ഇതുപോലുള്ള പോസ്റ്ററുകൾ വരുമായിരുന്നു. പാർട്ടിയിൽ വിഭാഗീയത ശക്തിപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെടും. അതൊരു നല്ല ഉദാഹരണമാണ്. അതുകൊണ്ട് BJPക്കകത്ത് ശക്തമായ എതിരഭിപ്രായങ്ങൾ സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ രൂക്ഷമാകുന്നു എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. എന്ന് മാത്രവുമല്ല, ഇന്നിപ്പോൾ PK കൃഷ്ണദാസും AN രാധാകൃഷ്ണനും MT രമേശും മാറി നിൽക്കുകയാണ്. സാങ്കേതികമായി പറയാം, എല്ലാ നേതാക്കളും പങ്കെടുക്കേണ്ട ഒരു യോഗമായിരുന്നില്ല ഇന്നത്തേന്ന്. ഞാൻ ആ ബാക്കിൽ എഴുതി വെച്ചിരിക്കുന്ന ബാനർ ശ്രദ്ധിക്കുകയായിരുന്നു. അതൊരു ശില്പശാല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ശില്പശാല നമ്മൾ ഇന്നലെ പറഞ്ഞ കണക്ക് തന്നെ ജില്ലാ ഭരണാധികാരികളെ വിളിച്ചുകൂട്ടി സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ഫോർമാലിറ്റീസും മറ്റു കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നൊരു യോഗമായിരുന്നു അത്. തന്നെയാണ് K സുരേന്ദ്രൻ ആ യോഗത്തിന് മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞു, മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നൊരു സമയത്ത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ആ പാർട്ടിയിൽ പലതരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നുവെന്ന് മാധ്യമ വാർത്തകൾ ഉണ്ടാവുകയും അത് സമൂഹത്തിലൊരു ചർച്ചയാവുകയും ചെയ്യുന്ന സമയത്ത് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമല്ലോ. എല്ലാ നേതാക്കളും കൂടി ചേർന്നിട്ട് ഞങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പുമില്ല എന്ന് പ്രഖ്യാപിക്കേണ്ട ഒരു സമയത്താണ് ഈ പ്രധാനപ്പെട്ട പക്ഷം, കൃഷ്ണദാസ് പക്ഷം, മാറി നിൽക്കുന്നത്. നമുക്കറിയാമല്ലോ, V മുരളീധരൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ K സുരേന്ദ്രനെ കൊണ്ടുവരാനാണെന്ന് നീക്കം നടന്നത്. മുരളീധരൻ്റെ നേതൃത്വത്തിലാണ് ആ നീക്കം നടന്നത്. അന്ന് PK കൃഷ്ണദാസ് MT രമേശിന് വേണ്ടിയിട്ടാണ് വാദിച്ചത്. ആ തർക്കം രൂക്ഷമായപ്പോഴാണ് ഒരു കൺസെൻസസ് കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് കുമ്മനം രാജശേഖരൻ വന്നത്. കുമ്മനം രാജശേഖരൻ പോലും അറിയാതെയാണ് V മുരളീധരൻ കേന്ദ്രത്തിൽ നിന്ന് ഗവർണറാക്കിയിട്ട് ഇവിടുന്ന് പായിച്ചത് മിസോറാമിലേക്ക്. അപ്പോഴും ശ്രമിച്ചു K സുരേന്ദ്രനെ കൊണ്ടുവരാൻ, അപ്പോഴും നടന്നില്ല. അപ്പോൾ വന്നത് ശ്രീധരൻ പിള്ളയാണ് കൺസെൻസസ് കാൻഡിഡേറ്റ് ആയിട്ട്. ഇപ്പോൾ പിന്നീട് ഏറ്റവും അവസാനം K സുരേന്ദ്രൻ വന്നിരിക്കുന്നു സംസ്ഥാന അധ്യക്ഷനായിട്ട്. അതിൻ്റെ മുറുമുറുപ്പൊന്നും ചെറുതല്ല. ആ മുറുമുറുപ്പുകൾ അവസാനിച്ചിട്ടില്ല. അത് ആദ്യം വെടിപൊട്ടിച്ചുകൊണ്ട് ശോഭ തന്നെയാണ് പോരാട്ടം ആരംഭിച്ചത്. ഏതായാലും പിന്നീട് സുരേന്ദ്രൻ ഒരു പെർഫോമർ എന്നുള്ള നിലയ്ക്കൊക്കെ ദേശീയ നേതൃത്വത്തിന് താല്പര്യമുള്ള ആളാണ്. ഒന്നുമില്ലെങ്കിൽ കൂടിയും സംസ്ഥാനത്ത് ആദ്യമായിട്ടൊരു MP ഉണ്ടാകുന്ന സുരേന്ദ്രൻ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ സുരേന്ദ്രൻ ശക്തൻ തന്നെയായിരുന്നു പാർട്ടിയിൽ. എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന തോൽവി, ആ തോൽവിയെ ഒരു മറയാക്കിക്കൊണ്ട് സുരേന്ദ്രനെതിരായിട്ടൊരു പക്ഷം നീങ്ങുന്നുണ്ട് എന്ന കാര്യത്തിലുള്ള സംശയവുമില്ല. ഇവിടെ കൗതുകകരമായൊരു കാര്യം, സുരേന്ദ്രൻ്റെ പേട്ടനായിട്ട് നിന്നിട്ടുള്ള, എക്കാലത്തെയും പേട്ടനായിട്ട് നിന്നിട്ടുള്ള V മുരളീധരൻ പാലിക്കുന്നൊരു അകൽച്ചയാണ്, ഒരു നിശബ്ദതയാണ്. ആ നിശബ്ദത എന്ന് പറയുന്നത് സുരേന്ദ്രൻ ഒട്ടും തന്നെ ഗുണകരമല്ല. സുരേന്ദ്രനെ വെട്ടി വീണ്ടും ഒരിക്കൽ കൂടി V മുരളീധരൻ പാർട്ടി അധ്യക്ഷനാകാൻ ആഗ്രഹിക്കുന്നു
ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വേറൊരു വിഷയമാണ്. പക്ഷേ എക്കാലത്തും സുരേന്ദ്രൻ്റെ പിന്നിൽ സപ്പോർട്ടോട് നിന്നിട്ടുള്ള, സുരേന്ദ്രനെ വളർത്തുന്നതിൽ ഒരു വലിയ റോൾ വഹിച്ചിട്ടുള്ള വി മുരളീധരൻ ഇക്കാര്യത്തിലൊരു നിശബ്ദത പാലിക്കുന്നുണ്ട് എന്നുള്ളത് കൗതുകരമാണ്. ഏതായാലും വരും ദിവസങ്ങളിലൊക്കെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂർച്ഛിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം ആ പാർട്ടിക്കകത്ത് ആരാണ് അടുത്ത സംസ്ഥാന അധ്യക്ഷനാകേണ്ടത് എന്ന നിലയ്ക്കുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വിഭാഗങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആ വിഭാഗങ്ങളെല്ലാം അവരുടെ കരുക്കൾ ശ്രദ്ധാപൂർവം നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ നീക്കത്തിൽ ആര് വിജയിക്കും, ആര് പരാജയപ്പെടും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഏതായാലും ഇപ്പോൾ ഈ പാലക്കാടുണ്ടായിട്ടുള്ള തിരിച്ചടി ഉപയോഗിച്ചുകൊണ്ട് സുരേന്ദ്രനെതിരെ അതിശക്തമായൊരു നീക്കം പാർട്ടിക്കുള്ളിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ മുറുമുറുപ്പുകൾ വരും ദിവസങ്ങളിൽ പരസ്യമായി തന്നെ പുറത്തു വരും. പരസ്യമായ അഭിപ്രായങ്ങളെയൊക്കെ തന്നെയും വിലക്കിയിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന നേതാക്കൾ ആരും അത്തരത്തിലുള്ള ആ വിലക്കുകൾക്കൊന്നും കീഴ്പ്പെട്ട് നിൽക്കുന്ന ആളുകളല്ല. ഇപ്പോൾ എം ടി രമേശ് ഒരു ചെറിയ നേതാവല്ല, പി കെ കൃഷ്ണദാസ് ഒരു ചെറിയ നേതാവല്ല, എൻ രാധാകൃഷ്ണൻ ഒരു ചെറിയ നേതാവല്ല, വി മുരളീധരൻ ഒരു ചെറിയ നേതാവല്ല. അങ്ങനെ നോക്കുമ്പോൾ കുമ്മനം രാജശേഖരനാണെങ്കിലും അങ്ങനെയൊക്കെ നോക്കുമ്പം വളരെ കരുത്തരായിട്ടുള്ള നേതാക്കളാണ്. ഇവർക്കൊന്നും ഈ പാർട്ടിയുടെ ഒരു വിലക്കിൻ്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായം പറയാൻ മടി കാണിക്കുന്ന ആളുകളല്ല. അപ്പോൾ അവരൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങും, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകർ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങും. ആ പ്രവർത്തകരുടെ അഭിപ്രായങ്ങളൊക്കെ ഈ പാർട്ടി കമ്മിറ്റികൾ റിഫ്ലക്റ്റ് ചെയ്യും. അത് സ്വാഭാവികമായും മാധ്യമങ്ങളിലൂടെ പുറത്തു വരും. ഏതായാലും സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഒരു അധികാര വടംവലി, അതൊരു ആഭ്യന്തര പ്രശ്നമാണെങ്കിൽ കൂടിയും ആ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പൊട്ടിത്തെറി തുടരുകയാണ് എന്നാണ് എൻ്റെ നിലപാട്. ശരി, പൊട്ടിത്തെറി തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പറഞ്ഞതുപോലെ പോസ്റ്റർ യുദ്ധം. കോഴിക്കോട് അവരുടെ പാർട്ടി ഓഫീസിന് പുറത്താണ് കുറുവ സംഘമായി മാറിയിരിക്കുന്നു. സേവ് BJP എന്ന പേരിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിലവിലിപ്പോൾ സംഘടനയുടെ പക്ഷങ്ങൾ നോക്കുമ്പോൾ തൃശ്ശൂരും കോഴിക്കോടും ആണ് ഇപ്പോൾ കൃഷ്ണദാസ് പക്ഷത്ത് നിൽക്കുന്നത്. അപ്പുറത്ത് മറ്റെല്ലാ ജില്ലാ ഘടകങ്ങളും കെ സുരേന്ദ്രനൊപ്പമാണ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ കാണുന്ന ഇതിലെ ഒരു രീതി എന്നുള്ളത്. BJP സംസ്ഥാന നേതൃയോഗമായിരുന്നില്ല ഇന്ന് നടന്നത് എന്ന് തന്നെയാണ് നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ പുറകിൽ ശില്പശാല എന്ന് എഴുതിയിരിക്കുന്നു. നേതാക്കൾ MT രമേശ് അടക്കമുള്ള നേതാക്കൾ, രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ വന്നില്ല എന്ന് പറയുമ്പോൾ 14ഓളം പേർ ഇങ്ങനെ വിട്ടുനിന്നിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ഈ നേതാക്കളും. അവർക്ക് ഇന്ന് വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിലേക്ക് പാലക്കാട് തെരഞ്ഞെടുപ്പ് പരാജയം, അതിനുണ്ടായ കാരണങ്ങൾ, അത് വിശകലനം ചെയ്യുന്ന ഒരു യോഗമായിരുന്നില്ല ഇന്ന് നടന്നത്. അത് വിശകലനം ചെയ്തേക്കും എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം ഇന്നലെ നടത്തിയ കെ സുരേന്ദ്രൻ്റെ വാർത്താ സമ്മേളനം, അതിനു മുമ്പ് പാലക്കാട് നഗരസഭാ അധ്യക്ഷൻ നടത്തിയ പ്രതികരണം ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ നേതൃയോഗത്തിൽ അതുകൂടി ചർച്ചയാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. പക്ഷേ ആ ചർച്ചയിലേക്കല്ല, പകരം മുനമ്പം വിഷയത്തിൽ നടത്താനിരിക്കുന്ന സമരങ്ങൾ ആലോചിക്കുകയായിരുന്നു ഇന്നത്തെ യോഗം എന്നുള്ളതാണ്. ഈ പറയുന്ന എതിരഭിപ്രായമുള്ള നേതാക്കൾ ഇന്നത്തെ യോഗത്തിൽ ശോഭാ സുരേന്ദ്രൻ മാത്രമാണ് പങ്കെടുത്തത്. ശോഭാ സുരേന്ദ്രൻ്റെ പ്രതികരണം നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇപ്പോൾ യഥാർത്ഥത്തിൽ BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്ന നേതാക്കൾ നടത്തുന്ന തന്ത്രങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. അതിപ്പോൾ പാലക്കാട്ടെ പരാജയം ഒരു പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിച്ച് അതിന്മേൽ ഒരു നടപടി സാധ്യമാകുമോ എന്നുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഈ ജില്ലാ പ്രസിഡന്റുമാരുടെയും മണ്ഡലം പ്രസിഡന്റുമാരുടെയും പിന്തുണ ഉള്ളവർക്കാണ് പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കാനാവുക. ആ പിന്തുണ യഥാർത്ഥത്തിൽ ഇപ്പോൾ കെ സുരേന്ദ്രന് ഒപ്പമുണ്ട്. ആരാണോ പ്രസിഡന്റ് അവർക്കൊപ്പം സംഘടന നിൽക്കുമെന്നുള്ളതാണ് പൊതുവെയുള്ള രീതി. ഇപ്പോൾ ജനുവരിയിലാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രീതി അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തെ ടേമിലേക്ക് വേണമെങ്കിൽ കെ സുരേന്ദ്രൻ വരാമെന്നുള്ളതാണ്. പക്ഷേ നഡ്ഡ ദേശീയ അധ്യക്ഷൻ തന്നെ ഒഴിഞ്ഞ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്ന ഘട്ടത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും നേതൃസ്ഥാനം മാറ്റേണ്ടതുണ്ട് എന്നൊരു തീരുമാനത്തിലേക്ക് പാർട്ടി ദേശീയ തലത്തിലൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ സുരേന്ദ്രൻ മാറും. ഇപ്പോൾ വി മുരളീധരനും കെ സുരേന്ദ്രനും രണ്ടായി മാറിയോ എന്ന ചർച്ചകളാണല്ലോ നടക്കുന്നത്. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ പ്രതികരണങ്ങൾ നമ്മൾ വാർത്താ സമ്മേളനത്തിലും കണ്ടിട്ടുണ്ട്. അത് പക്ഷേ ഒരു അടവ് നയമായി തന്നെ വിലയിരുത്തുന്നവരുമുണ്ട്. കാരണം ഇപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയാൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ സുരേന്ദ്രനൊപ്പമുള്ള കുറച്ചു പേർക്കെങ്കിലും ഉണ്ടായിരിക്കുന്ന എതിരഭിപ്രായം അതിനെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ ഞാൻ മറ്റൊരു രൂപത്തിൽ പ്രതികരിക്കുന്നു എന്ന് കാണിക്കുക. പക്ഷേ അതേസമയം ആ പക്ഷം അവർക്കൊപ്പം തന്നെ നിലനിർത്തുക, അങ്ങനെ ഒരു തന്ത്രമാണ് എന്ന രൂപത്തിൽ വിലയിരുത്തുന്നവരുണ്ട്. ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇനി ക്ലെയിം വെക്കാവുന്ന ഒരാൾ എന്നുള്ളത് MT രമേശാണ്. പക്ഷേ MT രമേശിന് എത്രത്തോളം സ്വീകാര്യതയുണ്ട്, ഇവിടെ കേരളത്തിൻ്റെ ചുമതലയുള്ള നേതാവ് BL സന്തോഷിന് സ്വീകാര്യതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. മറ്റൊരു പേരുള്ളത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രന് ഈ തരത്തിൽ ഈ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഒരു സ്വീകാര്യതയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
പ്രകാശ് ജാവ്ദേക്കറിന് രമേശിനോട് താല്പര്യമുണ്ട് എന്ന് പറയുന്നു. RSSനും MT രമേശിൽ താല്പര്യമുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ബാക്കിയുള്ളവർക്ക് ആ പിന്തുണ താല്പര്യം ഇല്ല. അപ്പോൾ MT രമേശിന് സാധ്യതയുണ്ടോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ സുരേന്ദ്രനെ സംബന്ധിച്ചിപ്പോൾ ഇപ്പോൾ പാർട്ടിയിൽ ഒരു വലിയ വിഭാഗം സുരേന്ദ്രനൊപ്പം നിൽക്കുന്നു. കൂടുതൽ ജില്ലാ ഘടകങ്ങൾ സുരേന്ദ്രനൊപ്പം നിൽക്കുന്നു. അപ്പോൾ അതിന് ഒരു വിള്ളലുണ്ടാക്കാനുള്ള ശ്രമം അവിടെ നടക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ കണ്ടതാണ് നഗരസഭയിൽ ഉണ്ടായിരിക്കുന്ന അടിയും. അതിൽ നഗരസഭാ അധ്യക്ഷ മറ്റു പാർട്ടികളിലെ നേതാക്കൾക്ക് കൂടുതൽ അവസരം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ BJP പ്രവർത്തകർ ബഹളമുണ്ടാക്കിയപ്പോൾ ആ രൂപത്തിലേക്ക് അവിടെ മാറിയിരിക്കുന്നു. അപ്പോൾ നഗരസഭയിൽ കൗൺസിലർമാർ ആർക്കു വേണ്ടിയാണ് ആ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചത് എന്ന സംശയം വരികയാണ്. 18ഓളം കൗൺസിലർമാർ ഇപ്പോൾ സംശയത്തിന് നിഴലിലാണ്. BJPയിലെ ഒരു വിഭാഗം നേതാക്കൾ 40ഓളം നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസ് MP-യുമായി ബന്ധപ്പെട്ടു എന്ന അടക്കമുള്ള ചില ആരോപണങ്ങൾ CPM ക്യാമ്പിൽ നിന്ന് ഉയരുന്നുണ്ട്. അപ്പോൾ അതാരൊക്കെയാണ്? അത് പാലക്കാട് ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചിരുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നു. ഏതായാലും പാലക്കാട് 1500 വോട്ടുകൾ നോട്ടയ്ക്ക് പോയി എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. നഗരസഭയിൽ വോട്ട് നഷ്ടപ്പെട്ടു എന്നൊരു കാര്യം നിൽക്കുന്നു. പക്ഷേ K. സുരേന്ദ്രൻ അധ്യക്ഷനായ ശേഷം പാർട്ടിക്ക് വളർച്ചയുണ്ടായിട്ടുണ്ട്. K. സുരേന്ദ്രൻ വോട്ട് നേടിയിട്ടുണ്ട്. മിക്ക ജില്ലകളിലും വോട്ട് ശതമാനം ഉയർത്താനായിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ K. സുരേന്ദ്രൻ ആ നിലയ്ക്ക് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്ക് നേട്ടമുണ്ടാക്കിയിട്ടുള്ള ആളാണ്. ഇനിയിപ്പോൾ ഈ പറയുന്ന പോലെ കൃഷ്ണദാസിനും V. മുരളീധരനും സാധ്യതയുണ്ട്. V. മുരളീധരൻ ഇപ്പോൾ ഞാനില്ല എന്നൊക്കെ പറയുന്നു. അപ്പോഴും ആ ഒരു ഗ്രൂപ്പിന് സുരേന്ദ്രൻ മുരളീധരൻ പക്ഷത്തിന് തന്നെ ആ സ്ഥാനം ലഭിക്കുക എന്നൊരു ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതിപ്പോൾ പരസ്യ പോരിലേക്ക് പോയിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വിധത്തിൽ അത് ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ യോഗത്തിൽ ആ ചർച്ച നടന്നിട്ടില്ല. ഇന്നത്തെ ദിവസം തന്നെയാണ് വയനാട്ടിൽ ഒരു കൊഴിഞ്ഞുപോക്ക് നടന്നിട്ടുള്ള എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അവിടുത്തെ മുൻ ജില്ലാ പ്രസിഡന്റ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. K. സുരേന്ദ്രനെ എതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടായിട്ടാണ് പോയിരിക്കുന്നത്. KP മധു BJP വിട്ടു. പാർട്ടിയിൽ അടിമുടി ഗ്രൂപ്പിസം എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. സുരേന്ദ്രൻ പക്ഷവും കൃഷ്ണദാസ് പക്ഷമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ പാർട്ടി വിടുന്നവരുടെ കാര്യങ്ങൾ പുറത്തു വരുന്നു. പാർട്ടിക്കകത്തെ ചേരിതിരിവ് പുറത്തു വരുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ BJP വിഷയം ചർച്ച ചെയ്യുന്നത്. ഏതായാലും ആ തർക്കം ബഹളം തുടരുകയാണ്. അത് കുറച്ചു ദിവസത്തേക്ക് മാത്രം തുടരുന്നതാണ്. പൊട്ടിത്തെറി വലിയ രൂപത്തിലേക്ക് മാറുമോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ അറിയാം. ഏതായാലും നിലവിൽ പൊട്ടിത്തെറി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സുജയ, പൊട്ടിത്തെറിച്ചതൊക്കെ ഇന്ന് തീർന്നു എന്നാണ് ഞാൻ കരുതുന്നത്. നിലവിൽ ആ പൊട്ടിത്തെറിയില്ല. ഇന്നലെ ആ പൊട്ടിത്തെറി നമ്മൾ കണ്ടു. പ്രമീള ശശിധരൻ്റെ ആയാലും ശിവരാജൻ്റെ ആയാലും വലിയൊരു മഴ പെയ്ത് കഴിഞ്ഞു. അതിൻ്റെ മരം പെയ്യുന്നതും കൂടിയാണ് ഇന്ന് കണ്ടു തീർന്നത്. അത് സുരേന്ദ്രൻ്റെ പ്രസ്താവന അത്രയും കോൺഫിഡൻസോട് കൂടി നടത്തുന്നു. ശോഭാ സുരേന്ദ്രൻ അത് കഴിഞ്ഞ് അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ നടത്തുന്ന പ്രസ്താവനകൾ അതെല്ലാം കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ പിന്നെ ആരാണ് ഇനി പൊട്ടിത്തെറിക്കാൻ ബാക്കിയുള്ളത്? MT രമേശ് പൊട്ടിത്തെറിക്കണമെന്നാണോ ഉണ്ണിസാറൊക്കെ ആഗ്രഹിക്കുന്നത്? അതോ PK കൃഷ്ണദാസ് പൊട്ടിത്തെറിക്കണോ? അതോ AN രാധാകൃഷ്ണൻ പൊട്ടിത്തെറിക്കണോ? ഈ 3 നേതാക്കളോടും പ്രതികരണങ്ങൾ തേടിയാൽ അറിയാമല്ലോ അവർക്ക് പൊട്ടിത്തെറിക്കാനുണ്ടോ എന്ന്. പൊട്ടിത്തെറിക്കാനാണെങ്കിൽ ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിസംബർ 6, 7 തീയതികളിൽ നടക്കുന്ന നേതൃയോഗം വരെയൊക്കെ കാത്തിരിക്കാതെ ഇന്നിപ്പോൾ 26-ാം തീയതിയായുള്ളൂ. 10 ദിവസമൊക്കെ കാത്തിരിക്കാതെ പൊട്ടിത്തെറിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. പക്ഷേ എന്തായാലും നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ സമയം വരെ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതുവരെ അവർ പൊട്ടിത്തെറിച്ചിട്ടില്ല. അപ്പോൾ പൊട്ടിത്തെറി തുടരുന്നു എന്ന് പറയാനും കഴിയില്ല. കഴിഞ്ഞ ദിവസം 2 നേതാക്കളുടെ അതായത് പ്രമീള ശശിധരൻ്റെയും അതുപോലെ തന്നെ N. ശിവരാജൻ്റെയും പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. ഇന്ന് ആ രീതിയിലുള്ള ഒരു പ്രതികരണവും ഒരു കോണിൽ നിന്നും വരുന്നില്ല. എക്സ് പോസ്റ്റുകളില്ല, ഫേസ്ബുക്ക് പോസ്റ്റുകളില്ല, ഒരിടത്തും ഒരു ചലനവും ഇല്ലാതിരിക്കുമ്പോഴും BJP എപ്പോഴും ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കേണ്ടത് എന്താ? പോപ്കോൺ ആണോ എപ്പോഴും ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കാൻ? പോപ്കോൺ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിയുമ്പോഴേക്കും ആ ചോളം ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് പോലെ പൊട്ടിത്തെറിക്കാനായിട്ടല്ല അവർ നിൽക്കുന്നത്. ഇന്ന് ചേർന്നത് നേതൃയോഗമല്ല. ഇന്നത്തെ യോഗത്തിൽ കൃത്യമായി സജീവാംഗത്വവും പ്രാഥമിക അംഗത്വവും ഒക്കെയാണ് ചർച്ചയായത്. അത് K. സുരേന്ദ്രൻ വ്യക്തമായി തന്നെ വന്ന് പറയുകയും ചെയ്തു. മാധ്യമങ്ങൾ 2-3 ദിവസമായി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുരേന്ദ്രനെ മാറ്റാനുള്ള ചർച്ച എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിപ്പോൾ 15ഓ 16ഓ തവണയാണ് ഇതേ ബ്രേക്കിംഗ് ന്യൂസ് വരുന്നത്. അതിൽ മിക്കവാറും ബ്രേക്കിംഗ് ന്യൂസ് ഞാൻ തന്നെ വായിച്ചിട്ടുമുണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പുറത്താക്കി 5 വർഷമായി. 2019 വന്നപ്പോൾ മുതൽ ഇപ്പോൾ 2024 നവംബർ വരെ 15 പ്രാവശ്യം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിലെ റെക്കോർഡ്, അതായത് മാധ്യമങ്ങൾ പുറത്താക്കിയതിലെ റെക്കോർഡ് K. സുരേന്ദ്രനാണ്. വേറെ ഒരു പ്രസിഡന്റിനെയും ഇത്രയും പുറത്താക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. എന്തായാലും ഇപ്പോൾ BJP എല്ലാ ജില്ലകളിലും വരണാധികാരികളെ നിയമിച്ചുകൊണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ബൂത്ത് മണ്ഡലം പുനഃസംഘടനയാണ് ഡിസംബറിൽ അടുത്ത മാസം നടക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായി തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം റിപ്പോർട്ടുകൾ പരിശോധിച്ചുകൊണ്ട് ചേലക്കരയായാലും പാലക്കാടായാലും വയനാടായാലും ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളുടെയും റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നാണ് K. സുരേന്ദ്രൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ആ റിപ്പോർട്ടുകൾ കിട്ടിയതിനു ശേഷം ഡിസംബർ 6, 7 തീയതികളിൽ കൊച്ചിയിൽ തന്നെ ചേരുന്ന നേതൃയോഗത്തിൽ അക്കാര്യങ്ങൾ ചർച്ചയാകും. അതിനു മുൻപ് തന്നെ 26-ാം തീയതി നവംബർ 26-ന് ചർച്ച ചെയ്യണം, ചർച്ച ചെയ്തില്ലെങ്കിൽ പൊട്ടിത്തെറി തുടരുകയാണ് എന്നൊരു വ്യാഖ്യാനത്തിനോട് യോജിച്ച് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ അതിലെ എൻ്റെ വിയോജിപ്പ് അറിയിക്കുകയാണ്. എന്തായാലും ഈ സജീവ അംഗത്വവും പ്രാഥമിക അംഗത്വവും ഒക്കെ കൂട്ടിക്കൊണ്ട് കൂടുതൽ പ്രവർത്തകരെ പാർട്ടിക്കൊപ്പം നിർത്തുക, അതിനായിട്ടുള്ള ചർച്ചകളാണ് ഇന്നത്തെ യോഗത്തിൽ നടന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. PK കൃഷ്ണദാസ്, MT രമേശ്, AN രാധാകൃഷ്ണൻ
ഈ 3 നേതാക്കൾ പങ്കെടുത്തില്ല. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ശോഭാ സുരേന്ദ്രൻ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. എന്നാൽ ഇന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് എന്താണ്, കെ സുരേന്ദ്രൻ പറഞ്ഞത് എന്താണ് എന്ന് കേരളം കേട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ശോഭാ സുരേന്ദ്രന് പൊട്ടിത്തെറി എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അടുത്ത ഫിക്സ് ചെയ്യുന്നത് പി കെ കൃഷ്ണദാസിനെയാണ്. പി കെ കൃഷ്ണദാസ് അതൃപ്തി അറിയിച്ചു. ഞാൻ പി കെ കൃഷ്ണദാസിന്റെ ഒരു പ്രതികരണം പോലും ഒരിടത്തും കണ്ടില്ല ഈ അതൃപ്തി അറിയിക്കുന്നതായി. എവിടെയെങ്കിലും അദ്ദേഹം ഒന്ന് പറയണ്ടേ, അല്ലെങ്കിൽ എം ടി രമേശ് ഒന്ന് പറയണ്ടേ? ഇവരൊക്കെ നന്നായി പ്രതികരിക്കുന്ന നേതാക്കളാണ്. അപ്പോൾ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾക്ക് എല്ലാവർക്കും ഇടയിൽ റിഫ്റ്റാണ്, അസ്വാരസ്യമാണ് എന്ന് പറയുന്നു. വി മുരളീധരൻ എനിക്ക് മഹാരാഷ്ട്രയുടെ ചുമതലയാണ്, അതുകൊണ്ട് കേരളത്തിലെ കാര്യം അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി മുരളീധരനും കെ സുരേന്ദ്രനും തമ്മിൽ അടിയാണ് എന്ന് പറയുന്നു. എന്നാൽ ഇവർ തമ്മിൽ അടിക്കുന്നത് കാണാൻ കാത്തിരുന്നവരുടെ മുന്നിൽ ഇന്നത്തെ യോഗത്തിൽ രണ്ടുപേരും അടുത്തടുത്തുള്ള കസേരകളിൽ ഇരിക്കുന്ന ഒരു ദൃശ്യമാണ് ഞാൻ കണ്ടത്. അപ്പോൾ അത്രയും റിഫ്റ്റും അത്രയും ഭിന്നതയും ഒക്കെയുള്ള ആളുകൾ അങ്ങനെ ചേർന്നിരുന്ന ഒരു യോഗത്തിൽ പങ്കെടുത്ത പ്രാഥമിക അംഗത്വത്തെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുമെന്ന് കരുതാനും കഴിയില്ല. അസൗകര്യം അറിയിച്ച ആളുകൾ 14 പേരുണ്ട്, അതിൽ ഈ 3 പേരുമുണ്ട്. അപ്പോൾ ഈ പി കെ കൃഷ്ണദാസ്, എം ടി രമേശ്, എൻ രാധാകൃഷ്ണൻ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഈ സേവ് ബി ജെ പി, നേരത്തെ പറഞ്ഞ ആ പോസ്റ്റർ സേവ് ബി ജെ പി, പ്രചാരണം നല്ലതാണ്, ബി ജെ പി രക്ഷിക്കണ്ടേ, ബി ജെ പി എപ്പോഴും ഇങ്ങനെ തകർന്നു കിടന്നാൽ മതിയോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പോസ്റ്റർ വെച്ചുകൊണ്ട് ഇത്രയൊക്കെ പറയുന്നത് എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണെന്ന്. അത് ആരാണ് ഒട്ടിച്ചതെന്ന് കണ്ടുപിടിക്കാനും പറ്റില്ല. അവിടെ നിന്ന് CCTV ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആരൊട്ടിച്ചതാണെന്ന് അറിയില്ല. എന്തായാലും ആ ഒരു പേരും അതൊക്കെ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. KP മധുവിനെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 9 മാസമായിട്ട് വയനാട് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്തിയതാണ്. അത് പുരോഹിതരെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചതിനാണ്. കൃത്യമായ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ പി കെ കൃഷ്ണദാസിനും കെ സുരേന്ദ്രനും ഇഷ്ടമല്ലാത്തതുകൊണ്ട് മാറ്റിയതല്ല. എന്നിട്ട് പ്രശാന്ത് മലവേലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് പ്രസിഡന്റായി നിൽക്കുന്നത്. വൈദികർക്കെതിരെ നടത്തിയ പരാമർശമാണ്. പിന്നെ അദ്ദേഹം പിന്നെ ഒരു കംപ്ലയിൻറ്റ് പറയുന്നത് അസുഖബാധിതനായപ്പോൾ ആരും തിരിഞ്ഞു നോക്കിയില്ല. അതൊക്കെയാണ് KP മധുവിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഈ തമ്മിലടി, ഗ്രൂപ്പ് കളി, അതേക്കുറിച്ചൊക്കെ KP മധു പറയുമ്പോൾ ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോകാനുള്ളതെല്ലാം തയ്യാറായി കഴിയുമ്പോൾ മാത്രം പറയുന്ന കാര്യമായി അതിനെ മനസ്സിലാക്കേണ്ടത്. 9 മാസമായി എന്തായാലും ഒരു പരിപാടികളിലോ പ്രചാരണത്തിലോ എവിടെയെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നോ എന്നും അറിയില്ല. പ്രശാന്ത് മലവേൽ വളരെ ആക്റ്റീവായിട്ട് അവിടെ വയനാട്ടിൽ ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ KP മധു പാർട്ടി വിട്ടു പോവുകയാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, കസേരയ്ക്ക് വേണ്ടിയൊക്കെ പോകുന്നവർക്കൊപ്പം ഒരാൾ കൂടി എന്നല്ലാതെ അതിനപ്പുറം അതിനെ കാണേണ്ടതില്ല. 7ാം കൂലിയെ പോലെയൊക്കെ സംസ്ഥാന നേതൃത്വം കണ്ടു എന്നൊക്കെ പറയുന്നത് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന ഒരാളാണ്. ഒരു ജില്ലാ പ്രസിഡന്റൊക്കെ ആക്കി അങ്ങനെ ഒരു സ്ഥാനമൊക്കെ കൊടുത്ത ഒരു പാർട്ടിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണോ ഇറങ്ങിപ്പോകേണ്ടത്? ഇറങ്ങിപ്പോകുമ്പോൾ കാണിക്കേണ്ട ഒരു മാന്യത അദ്ദേഹത്തിന് കാണിക്കാമായിരുന്നു. ഒരു പൊട്ടിത്തെറിയുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ. ഇന്നിപ്പോൾ സമയം 10 മണിയായി. ഇപ്പോൾ ആരും പൊട്ടിത്തെറിക്കുന്നില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. ശരി, പൊട്ടിത്തെറി തുടരുന്നു എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. യെസ് എന്ന് 2, നോ എന്ന് 1. Meet the editors.